പ്രകാശത്തിന്റെ വാഹനമാണ്. അള്ളാഹു പ്രത്യേകമായി ഉണ്ടാക്കിയ പ്രകാശം, സൂര്യപ്രകാശം പോലും അല്ലത്. സൂര്യപ്രകാശം തന്നെ സെക്കൻഡിൽ 3 ലക്ഷം. പിന്നെ അള്ളാഹുവിന്റെ വളരെ ശ്രേഷ്ഠമായൊരു പ്രകാശം കൊണ്ടുണ്ടാക്കിയ വാഹനത്തിന്റെ സ്പീഡ് എത്രയായിരിക്കും? 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. അതാണ് സൂര്യപ്രകാശം. അപ്പൊ സൂര്യനിൽ നിന്ന് ഒരു രശ്മി അങ്ങോട്ട് പുറപ്പെട്ടാൽ 14 മിനിറ്റും 8 സെക്കൻഡും എടുക്കുമ്പോഴാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന്റെ സ്പീഡ് എത്ര ദൂരം ഉണ്ടാവും ആലോചിച്ച് നോക്കി. 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ. അങ്ങനെ 14 മിനിറ്റ് എടുക്കണം. ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്. ഓരോ സെക്കൻഡിലും 3 ലക്ഷം കിലോമീറ്റർ. അപ്പൊ 60 സെക്കൻഡ് എത്ര കിലോമീറ്റർ? അങ്ങനെ ഒരു 14 60, പിന്നെ ഒരു 8 സെക്കൻഡും കൂടെ. ആ ദൂരത്താണ് സൂര്യനെ അള്ളാഹു കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. വശംസി വളുഹാഹ, സൂര്യനെ തന്നെയാണ് സത്യം, അതിൻ്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. എന്താ പറയണത്? വെയിലിങ്ങൾ കാണുന്നതിനെ കുറിച്ച് ആയിരിക്കണം എന്ന് മാത്രമല്ലല്ലോ. ളുഹ, സൂര്യപ്രകാശമാണ്. സൂര്യന്റെ പ്രകാശം ഇന്ന് ലോകത്ത് വലിയൊരു അത്ഭുതമാണ്. എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വേഗതയിൽ ഒരു സാധനത്തിനും ഈ ലോകത്ത് സഞ്ചരിക്കാൻ കഴിയില്ല. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ, അതിനേക്കാളും കൂടുതലൊന്നും അതന്നെ മനുഷ്യൻ സഞ്ചരിക്കാൻ, അത് പ്രകാശത്തിനേ കഴിയുള്ളൂ. ഒരു വസ്തുവിന് സഞ്ചരിക്കാൻ കഴിയില്ല. ഒരു മാസ്, ഒരു വസ്തു എന്ന് പറയുന്ന സാധനം, അതിന് ഒരിക്കലും എന്ന സയൻസ് പറയുന്നു അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു കൊണ്ടുപോയത് അതിലും വലിയ വേഗതയിലാണ്. കാരണം പ്രോക്സിമ സെഞ്ചുറിക്കല്ല നബിയെ കൊണ്ടുപോയത്, ആൽഫ സെഞ്ചുറിയിലേക്കുമല്ല, ആൽഫ ബിയിലേക്കുമല്ല, പിന്നെയോ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്കാണ്. അതുകൊണ്ട് തന്നെ സയൻസ് ലോകം ഇനി എത്രയെല്ലാം പുരോഗതി പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന സമയം ആ ഒരു ആൽഫ സെഞ്ചുറി, പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് പ്രകാശത്തിന്റെ വേഗതയിൽ പോയാൽ 4 കൊല്ലം 4.35. റെഡിയാണോ? എനിക്ക് നന്നായിട്ട് തുറക്കണം. നല്ലൊരു ചെയറൊന്ന് മുമ്പോട്ട് വന്നാൽ ബാക്കിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബാക്കിലുള്ളവരുടെ ചെയർ ഫ്രണ്ടെന്നുകൊണ്ട് ഇട്ടാൽ മതിയായിരുന്നു. അല്ലേ? അങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കുക. ബിസ്മില്ലാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام. ഓപ്പറേറ്റർ ഒന്നുകൂടെ എന്ത് ചെയ്യുക, സൗണ്ട് ഒന്ന്, ആ ഒരു ശ്വാസം കിട്ടണില്ല, ശരിക്കും നീട്ടി ഓതാൻ പറ്റുന്നില്ല, സൗണ്ട് മുറിഞ്ഞു പോവുക. ഒന്നുകിൽ ഈ മൈക്ക് മാറ്റിയ, ചിലപ്പോൾ നല്ല ക്വാളിറ്റി മൈക്ക് ഉണ്ടെങ്കിൽ മാറ്റിക്കോളി, നല്ലതുണ്ടെങ്കിൽ. എന്തൊരു സാധനം ഉണ്ടല്ലോ പോയാ, എന്താ പറയില്ലേ, അത് നല്ല ക്യാച്ചാണ്. ബിസ്മില്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. راحت الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഓയാ, അങ്ങനെയാണെങ്കിൽ ലൈവ് തുടങ്ങിക്കോളേ, ഇനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അയച്ചാൻ കുറിച്ചും തുടങ്ങാണ് കേട്ടോ, കുട്ടികൾ കളി പറഞ്ഞ പോലെ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الحمد لله وبنعمته تتم الصالحات. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا محمد.
സല്ലല്ലാഹു വസല്ലമ വബാറക അലാ ഹബീബിനാ ഖൈരി മൻ ഉസ്രി വഅറജ ഇലസ്സമാ സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ് സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ ഖൈറ ഖൽഖില്ലാഹ് സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي أشرف الخلق رسول الله صلى الله عليه وسلم തങ്ങളുടെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സംഭവത്തിന് സാക്ഷ്യമായ ഒരു രാത്രിയാണിത്. റജബ് 27. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 52 വയസ്സ് കഴിഞ്ഞ് 53ലേക്ക് നീങ്ങുമ്പോൾ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞ വർഷം. നബി തങ്ങളുടെ സംരക്ഷകരായിരുന്ന അബൂ ത്വാലിബ്, അദ്ദേഹം മുസ്ലിം അല്ലായിരുന്നിട്ട് പോലും നബി തങ്ങളുടെ സംരക്ഷകനായിരുന്നു. വവജദക അലം യജിദക യതീമൻ ഫആവാ, അല്ലാഹു അങ്ങേക്ക് അഭയം നൽകിയില്ലയോ? മഅ്വാ എന്ന് ഖുർആൻ ഉദ്ദേശിച്ചത്, അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അബൂ ത്വാലിബാണെന്നാണ് മുഫസ്സിരീങ്ങൾ പറയാ. ആ മുത്താപ്പ അദ്ദേഹം വഫാത്തായ വർഷം മക്കയിലെ എല്ലാ ഭൗതിക സംരക്ഷണവും അള്ളാഹുവിൻ്റെ ഹബീബിന് നഷ്ടമായി എന്ന് തോന്നുമ്പോൾ അവിടുത്തെ ഉമ്മയുടെ വീട്ടുകാരിലേക്ക് ത്വായിഫിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് യാത്രയാകുന്നു സംരക്ഷണം ലഭിക്കാൻ. ത്വായിഫുകാരാണെങ്കിലോ അള്ളാഹുവിൻ്റെ റസൂലിനെ ആട്ടിയോടിക്കുന്നു, കല്ലെടുത്തെറിയുന്നു, കാലുകളിൽ നിന്ന് ചോര വരുന്നു. ചരിത്രമറിയാം. اللهم إليك أشكو ضعف قوتي وهواني على الناس. അല്ലാഹുവേ, ഞാൻ നിന്നോട് എൻ്റെ നിസ്സഹായാവസ്ഥ റബ്ബേ നിന്നോട് ഞാൻ ശിക്കായത്ത് പറയുന്നു, നിന്നോട് പരാതി പറയുന്നു എന്ന് ഖർനുസ്സആലിബിൽ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നത്തെ സൈലുൽ കബീറിലെ ത്വായിഫിലെ മീഖാത്തിൻ്റെ സ്ഥലമാണത്. അവിടുത്തെ പാറയിലിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് സങ്കടം പറയുന്നൊരു നിമിഷമുണ്ട്. കാലിന്ന് ചോര വരെയാണ് ആളുകൾ എടുത്തെറിഞ്ഞത്. ആ സങ്കടപ്പെടുത്തുന്ന ഹബീബായ നബി തങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ട്. റബ്ബേ ഇലാ മൻ തകിലുനി, അല്ലാഹുവേ നീ ആരിലേക്കാണ് എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ സംരക്ഷണം ആരെയാണ് ഏൽപ്പിച്ചത്? അല്ലാഹുവേ ഇലാ അദുവിൻ മല്ലക്തഹു അംരി, എൻ്റെ ശത്രുവിനെയാണോ അല്ലാഹുവേ എൻ്റെ സംരക്ഷണം നീ ഏൽപ്പിച്ചത്? അല്ലെങ്കിൽ അതല്ല ഔ ജബ്ബാറൻ, സ്വേച്ഛാധിപതിയായ ആളുകളെയാണോ അല്ലാഹുവേ എൻ്റെ കാര്യം നീ ഏൽപ്പിച്ചിരിക്കുന്നത്? ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, അല്ലാഹുവേ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ എനിക്കൊട്ടും പ്രശ്നമല്ല റബ്ബേ. പിന്നെ പറഞ്ഞു അഊദു ബിനൂരി വജ്ഹിക അല്ലദീ അശ്റഖത് ലഹു അൽളുലുമാത് വസലുഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ പ്രകാശം മുൻനിർത്തി ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. അയ്യഹില്ല അലയ്യ ഗളബുക്, അല്ലാഹുവേ നിന്റെ ദേഷ്യം എൻ്റെ മേൽ ഇറങ്ങരുതേ, നീ എന്നെ കാത്തുകൊള്ളണമേ. ലക്കൽ ഉത്ബാ ഹത്താ തർലാ, അല്ലാഹുവേ നിനക്ക് തൃപ്തിയാകുന്നവരേക്കും നിനക്ക് മതി വരുന്നവരേക്കും നിനക്ക് തന്നെയാണ് സ്തുതി, നിനക്ക് തന്നെയാണ് ഹംദ്, നിനക്ക് തന്നെയാണ് ശുക്ർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിന്റെ യാത്രയിൽ പറഞ്ഞ വാക്കുകൾക്ക് ശേഷമാണ് ഹബീബായ നബി തങ്ങൾക്ക് ഇസ്റാ മിഅ്റാജ് യാത്രകൾ ഉണ്ടാകുന്നത്. അത് നബി ആശ്വസിപ്പിക്കലാണ്. അല്ലാഹുവിന്റെ അൽ ഹളറത്തുൽ ഇലാഹിയ, പടച്ചതമ്പുരാന്റെ ഹളറത്തിലേക്ക് പുണ്യ നബിയെ അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോവുകയാണ്. റസൂലേ, ഭൂമിയിലെ ആളുകൾ ത്വായിഫുകാർ അങ്ങയെ സ്വീകരിക്കാനോ കേൾക്കാനോ ഒരുക്കമല്ലെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ, ഇലൽ മലഇൽ അലാ,
ആകാശലോകങ്ങളുടെ ഉന്നതങ്ങളിലേക്ക് പോന്നോളൂ നബിയെ, അങ്ങയെ കേൾക്കാൻ ഇവിടെ ആളുകൾ ഒരുക്കമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കേൾക്കാൻ മലാഖമാർ ഒരുക്കമാണ്, ജിന്നുകൾ ഒരുക്കമാണ്, എല്ലാവരും ഒരുക്കമാണ്. അതുകൊണ്ട് അങ്ങ് സങ്കടപ്പെടരുത്. അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്ത ആശ്വാസമാണ് ഇസ്രാ മിഅ്റാജ് യാത്ര. ഇസ്രാ ഭൂമിയിൽ നടന്ന യാത്രയാണ്, മിഅ്റാജ് ആകാശലോകത്ത് നടന്ന യാത്രയാണ്. ഇസ്രാ മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക്, ഇസ്രാ അൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് കഅബയിൽ നിന്ന് ജെറൂസലേമിലെ ഈലിയയിലെ അല്ലാഹുവിന്റെ മസ്ജിദായ നമ്മുടെ ആദ്യത്തെ ഖിബ്ലയായിരുന്ന അൽ മസ്ജിദുൽ അഖ്സയിലേക്ക്, അതാണ് ഇസ്രാ. മിഅ്റാജ് എന്നത് ജെറൂസലേമിൽ നിന്ന് 7 ആകാശങ്ങളിലേക്കും അതിനപ്പുറത്തേക്കും പോയ യാത്രയാണ് മിഅ്റാജ്. ആ യാത്രയിൽ ഹബീബിന്റെ വാഹനമാണ് ബുറാഖ്. ബുറാഖ് എന്നത് ബർക്കിൽ നിന്നാണ്. ബർക്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റനിങ് എന്നാണ്, മിന്നൽ പിണർ. പ്രകാശത്തെക്കാളോ അതിൻ്റെ എത്ര മടങ്ങ് ഇരട്ടിയാണ് ബുറാഖിന്റെ വേഗത എന്നറിയില്ല. അള്ളാഹു പ്രത്യേകമായ പ്രകാശം കൊണ്ടുണ്ടാക്കിയ കുതിരയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരു കഴുതയെക്കാളും മീതയും ഒരു കോവർ കഴുതയെക്കാളും താഴെയുമുള്ള അക്രമക്കുമുല്ലാ അങ്ങനത്തെ ഒരു വാഹനമാണ് ബുറാഖ്. അതിന് ചിറകുകളുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബുറാഖിന്റെ പുറത്ത് കയറിയാണ് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ബുറാഖിനവിടെ കെട്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ 7 ആകാശങ്ങളിലേക്കുള്ള യാത്ര. നബി തങ്ങളും ജിബ്രീൽ തങ്ങളും ഒരുമിച്ചാണ്. ബുറാഖ് ഇല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. അല്ല, ബുറാഖിൽ ഉണ്ട് എന്നും പറയാറുണ്ട്. സത്യത്തിൽ ബുറാഖിനെ കെട്ടിയിടുകയാണ് ചെയ്തത്. മസ്ജിദുൽ അഖ്സയുടെ ചാരത്ത് മസ്ജിദുൽ ബുറാഖ് എന്ന് പറയുന്ന ഒരു കൊച്ചു പള്ളിയുണ്ട്. നമുക്കിന്ന് ചെന്നാൽ അവിടെ കാണാൻ കഴിയും. അവിടെയാണ് ബുറാഖിനെ കെട്ടിയിട്ടത്. അതിൻ്റെ അടയാളമുണ്ട്, ചെറിയൊരു വട്ടക്കണ്ണിയുണ്ട് അവിടെ അടയാളപ്പെടുത്തിയത്. 7 ആകാശങ്ങളിലേക്ക് പോകുന്നു. അതിൻ്റെയും അപ്പുറത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും പ്രവേശനം അല്ലാഹു അനുവദിച്ചിട്ടില്ലാത്ത വമാ മിന്നാ ഇല്ലാ ലഹു മഖാമും മഅലൂം. നബിയെ, ഞങ്ങൾ മലക്കുകൾക്ക് പോലും അല്ലാഹു നിശ്ചയിച്ച പരിധികളുണ്ട്. ആ പരിധി വിട്ട് കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഹത്താ ലിബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ് ഫീ ശത്വിഹി ഗുർബൻ ഫവദ്ദഅ വഹതഫ്. നബി തങ്ങളോട് യാത്ര പറഞ്ഞ ഒരു സ്ഥാനമുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകുകൾ കരിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. അതിനപ്പുറത്തേക്കാണ് നബി തങ്ങൾ യാത്ര പോകുന്നത്. ആ യാത്രയും കഴിഞ്ഞ് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്ഥാനം, പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഹളറത്ത് നബി തങ്ങൾ അനുഭവിക്കുകയും അല്ലാഹുവിനോട് സംസാരിക്കുകയും, ഉലമാ പറയും അല്ലാഹുവിനെ കണ്ടു എന്ന്. കണ്ടില്ല എന്ന് പറയുന്ന ആലിമീങ്ങളുണ്ട്. അത് ഉലമാഇന്റെ അടുത്ത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പക്ഷേ കണ്ടു എന്ന അഭിപ്രായത്തെയാണ് അഹ്ലുസുന്നയുടെ ആലിമീങ്ങൾ പ്രബലപ്പെടുത്തുന്നത്. ഏതായിരുന്നാലും അള്ളാഹുവിനെ കാണുകയും വിശുദ്ധമായ 5 നേരത്തെ നിസ്കാരം അള്ളാഹു ഹബീബിന് നൽകുകയും ചെയ്ത് അവിടുന്ന് അതേ രാത്രിയിൽ ഇതുപോലത്തെ ഒരു റജബ് 27-ന് ഹബീബായ നബി തങ്ങൾ വീണ്ടും ജെറൂസലേമിലെ മിഅ്റാജിന്റെ പാറയിൽ ഇറങ്ങുകയും അവിടുന്ന് ബുറാഖിന്റെ മുകളിലൂടെ മക്കയിലേക്ക് വരികയും ചെയ്ത യാത്ര. ഈ യാത്ര വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ഒരു കളവ് പോലും ജീവിതത്തിൽ പറയാത്ത അസ്വാദിഖുൽ മസ്ദൂഖ്, അസ്വാദിഖുൽ മുസദ്ദഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. ഇത് ഹബീബ് പറഞ്ഞ യാത്രയാണ്, അല്ലാഹു പഠിപ്പിച്ച യാത്രയാണ്. ഇസ്രാ ഖുർആനിന്റെ സ്വരീഹായ നസ്വാണ്. ഒരു വ്യാഖ്യാനം പോലും ആവശ്യമില്ലാതെ അല്ലാഹു ഇസ്രാ വിശദീകരിച്ചു. എന്നാൽ സൂറത്തുൻ നജ്മിൽ അല്ലാഹു മിഅ്റാജും വിശദീകരിച്ചു. അവിടെ ഒരുപക്ഷെ വ്യാഖ്യാനങ്ങൾ വേറെയും വരാം, ഇഹ്തിമാലുണ്ട്, സാധ്യതയുണ്ട്. പക്ഷേ സൂറത്തുൽ ഇസ്രാഇന്റെ ആദ്യ ആയത്ത് ഇസ്രാഇനെ പറ്റി നേർക്കുനേരെ പറഞ്ഞതാണ്. അപ്പൊ എന്തിനെ അങ്ങനെ ഇസ്രാ നേരെ പറഞ്ഞു, മിഅ്റാജിന്റെ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു അല്ലാഹു തആലക്ക്? ഭൂമിയിൽ നടന്ന യാത്രയാണ് ഇസ്രാ. അത് അല്ലാഹ് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാലോ. എന്നാ പിന്നെ അള്ളാഹു വ്യക്തമാക്കി തന്നില്ലെങ്കിലും നബി തങ്ങൾ സ്വഹീഹായ ഹദീസിൽ വ്യാഖ്യാനിച്ചു തന്നു മിഅ്റാജ്. ഖുർആനിൽ സൂറത്തുൻ നജ്മ് അള്ളാഹുവിനെ കണ്ടതാണോ, ജിബ്രീൽ തങ്ങളെ കണ്ടതാണോ, മിഅ്റാജിന്റെ യാത്രയാണോ, അല്ല വേറെ
അനുഭവമാണോ? അങ്ങനെയൊക്കെ വരാം അതിന്റെ തഫ്സീറുകൾ. പക്ഷേ മിഅ്റാജ് നബി തങ്ങളുടെ ഹദീസ് കൊണ്ട് ക്ലിയറാണ്, നസ്വാണ്. ഖുർആനിന്റെ സ്വരീഹായ ഒരു വ്യാഖ്യാനം, സ്വരീഹായ വ്യക്തമായ ഖുർആനിന്റെ ഒരു പരാമർശം മിഅ്റാജിനെ കുറിച്ചില്ല, ഇസ്രാഇനെ കുറിച്ചുണ്ട്. അതിന് കാരണം പറയുന്നത് ഇസ്രാ ദുന്യാവിൽ നടന്നതാണ്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ മിഅ്റാജ് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. ഭൂമിയിൽ 40 ദിവസമെടുക്കുന്ന യാത്ര പുണ്യനിബിതങ്ങൾ രാത്രിയിലെ ഒരല്പസമയം കൊണ്ടാണ് യാത്ര ചെയ്ത് തീർക്കുന്നത്. നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ ഇച്ചലങ്കോട് നിന്ന് കാസർഗോഡേക്ക് സൈക്കിളിൽ യാത്ര പോകുന്നത്, ഒരാൾ നടന്നു പോവുക സങ്കല്പിക്കുക, വേറൊരാൾ ബൈക്കിലാണ്, വേറൊരാൾ സൈക്കിളിലാണ്, വേറൊരാൾ കാറിലാണ്, വേറെ ഒരാൾ ഒരു ഫാസ്റ്റ് യാത്ര ചെയ്യുന്ന ഒരു സ്പോർട്സ് കാറിലാണ്, വേറെ ഒരാൾ ഒരു ഹെലികോപ്റ്ററിലാണ്, വേറെ ഒരാൾ ഒരു വിമാനത്തിലാണ്, വേറെ ഒരാൾ റോക്കറ്റിലാണ്. ദൂരൊക്കെ ഒന്നാണ്, സമയം വ്യത്യാസപ്പെടുന്നുണ്ടോ? വ്യത്യാസപ്പെടുന്നു. പെട്ടെന്നെത്തുന്നില്ലേ? ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 21-ാം നൂറ്റാണ്ടിലായതുകൊണ്ട് ഇത്രയും ഫാസ്റ്റ് യാത്ര ചെയ്യാൻ കഴിയുന്നൊരു ലോകമാണിത്. ഞാൻ ഇന്ന് ദുബൈയിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് 1:15 1:30 പുറപ്പെട്ടു. ഇവിടെ വൈകുന്നേരം 5:45 എത്തുന്നു. എത്ര 2500 2600 കിലോമീറ്ററൊക്കെ 3-3.5 മണിക്കൂർ കൊണ്ട് എത്തുകയെന്ന് പറഞ്ഞാൽ ഒരു 200 300 400 കൊല്ലങ്ങൾക്ക് മുമ്പൊന്നും മനുഷ്യന് ഒരു നിലക്കും വിശ്വസിക്കാൻ കഴിയും. അങ്ങനെ 2500 കിലോമീറ്ററൊക്കെ 3 മണിക്കൂർ കൊണ്ട് ഒരാൾ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്ന് പറയില്ലേ? ആർക്കും വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളിത് കാണുന്നത് കൊണ്ടല്ലേ, നമുക്ക് അനുഭവം ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിനോട് ഈ വിഷയം അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോൾ സ്വഹാബികളുടെ മനസ്സിലുള്ള ഈമാൻ എത്രയാണ്? ശരിക്കും അവരത് വിശ്വസിച്ചില്ലേ? നമുക്ക് സംശയം വരില്ല, അങ്ങനെ നടക്കൂല. പുണ്യ നബിതങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഖലാസ്, ലൗ ഖാലഹ, എന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ടോ, ഫഖദ് സദഖ്, എന്റെ റസൂൽ പറഞ്ഞത് സത്യമാണ്. ഫസുമ്മിയ സിദ്ദീഖ, അവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്നറിയപ്പെടുന്നത്. റളിയല്ലാഹു അൻഹു. ലോകത്ത് വരാൻ പോകുന്ന എല്ലാ പുരോഗതിയും അള്ളാഹുവിനറിയാം. ലോകത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതും, പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ഓൾ അലൈക്ക് ഇൻ ദ നോളജ് ഓഫ് അല്ലാഹ്. അള്ളാഹ്ക്ക് അതൊന്നൊരു വ്യത്യാസമില്ല. അള്ളാഹുവിന് അറിയില്ല 21-ാം നൂറ്റാണ്ടിലെ വലിയ വലിയ സ്പേസ് ഷട്ടിലുകൾ കണ്ടെത്തപ്പെടുമെന്ന്. അള്ളാഹുവിന്റെ ഏറ്റവും വേഗതയുള്ള, ഭൂമിയിൽ മനുഷ്യന് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തെ ഏറ്റവും വേഗതയുള്ള ഒരു സാധനം സൂര്യപ്രകാശമാണ്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അതിനപ്പുറം നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ആ വേഗതയിൽ പ്രകാശത്തിനല്ലാതെ വേറൊന്നിനും സഞ്ചരിക്കാനും പറ്റില്ല. അത്രേ, ഒരു വസ്തുവിനും അത്ര സ്പീഡിൽ പോകാൻ കഴിയില്ല. മണിക്കൂറിലല്ല, എത്ര, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അതുകൊണ്ടാണ് ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞത്, വശംസി വദുഹാഹാ, സൂര്യനെ തന്നെയാണ് സത്യം, അതിന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം. പുണ്യനബി തങ്ങൾ പോയ സ്പീഡ് എത്രയാണ് നമുക്കറിയാം. അത് മുഅ്ജിസത്താണ്, ഖാരിഖുൽ ലിൽ ആദ. മനുഷ്യന് പരിചയമുള്ള, ചിന്തിക്കാൻ കഴിയുന്ന, ആലോചിക്കാൻ കഴിയുന്ന എല്ലാ ലോജിക്കും, മനുഷ്യന്റെ എല്ലാ റാഷണൽ റീസണിങ്, ഇതിനെയെല്ലാം മറികടക്കുന്നതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്തുകൾ. എല്ലാം അങ്ങനെയാണ്. ഒരിക്കലും നമുക്കതിനെ ഭൗതികപരമായി വ്യാഖ്യാനിക്കാൻ പാടില്ല, കഴിയൂല. പക്ഷെ അതിന്റെ സാധ്യതയെ നമ്മൾ മനസ്സിലാക്കണം. പുണ്യ നബി തങ്ങളെ അള്ളാഹു എന്താ പറഞ്ഞത്? വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ സ്ഥാനം സർവ്വ മനുഷ്യരെക്കാളും മീതയാണ്. സൗണ്ട് കൂട്ടിക്കോളും, നന്നായി കൂട്ടിക്കോളും, കൂട്ടണ്ടോ? എല്ലാവരെക്കാളും മീതയാണ്. വറഫഅനാ ലക ദിക്റക. അപ്പൊ നീൽ ആംസ്ട്രോങ്ങിനെക്കാളും നബി തങ്ങൾ മീത തന്നെയല്ലേ? ഗഗാരിയെക്കാളും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്ഥാനം മീതയല്ലേ? സ്പേസിലേക്ക് പോയ സയന്റിസ്റ്റുകളാണ് അവര്. യൂറി ഗഗാറിൻ, പുണ്യനിബിതങ്ങൾ അതിലും മീതയാണ്. ഇത് 21-ാം നൂറ്റാണ്ടുകാരന് മാത്രമല്ല, ഇനി 25-ാം നൂറ്റാണ്ടുകാരനും ഇനി 500-ാം നൂറ്റാണ്ടുകാരനും അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഒരു റെക്കോർഡ് ഭേദിക്കാൻ കഴിയില്ല. ഇത് 1400 കൊല്ലം മുമ്പ് ഹബീബിന് അള്ളാഹ് അനുവദിച്ചു കൊടുത്ത റെക്കോർഡാണ്. ഇതിനെ ആർക്കും ഭേദിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ പരിശ്രമിക്കാൻ, ഇപ്പൊ നാസ എന്ന് പറയുന്ന സ്പേസിനെ സംബന്ധിച്ച് പഠിക്കുന്ന അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയൊരു സംവിധാനം, നാസയുടെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ചാൽ മനുഷ്യൻ ഇന്ന് പ്രപഞ്ചത്തിലെ ഏറ്റവും തൊട്ടടുത്തുള്ള നക്ഷത്രം, സൂര്യനെ നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രം, സൂര്യൻ ഏറ്റവും അടുത്ത നക്ഷത്രമാണ്.
ഏറ്റവും അടുത്തുള്ളതുകൊണ്ട് സൂര്യൻ ഇത്ര വലുതായി കാണുന്നത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, 1.3 million earths can fit inside a sun. ചിന്തിക്കാൻ പറ്റുമോ? സൂര്യന്റെ ഉള്ളിലേക്ക് 13 ലക്ഷം ഭൂമിയെ വെച്ചു കൊടുത്താലും അത് ഉൾക്കൊള്ളാനുള്ള സ്ഥലമുള്ള സാധനമാണ് സൂര്യൻ. അത്ര വലിയ ഗോളമാണ് നമ്മുടെ മുമ്പിൽ അസ്തമിക്കുന്ന നേരത്ത് ചെറിയ ഒരു വട്ടമായി കാണുന്നത്, ഉദിക്കുമ്പോൾ ചെറിയൊരു വട്ടം. ഭൂമിയെ, ഈ ഭൂമിയുടെ വലുപ്പം എത്രയാ ഭൂമിൻ്റെ വലുപ്പം? ഒന്ന് GPS ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ എർത്ത് ഒന്ന് എടുത്തിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കണ്ടേ? അറ്റ്ലാന്റിക്കിലും ഇന്ത്യൻ ഓഷ്യനിലും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില ഐലൻഡുകളൊക്കെ ഉണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റും, നമ്മൾ സൂം ചെയ്താൽ മാത്രമേ കാണുള്ളൂ, സൂം ഇൻ ചെയ്താലേ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ വലിയ സിറ്റിയാണ്, അവിടെ എയർപോർട്ടുണ്ട്, അവിടെ പിന്നെ സീപോർട്ടുണ്ട്, അവിടെ ഒരുപാട് വീടുകളുണ്ട്, അവിടെ ഒരുപാട് പഞ്ചായത്തുണ്ട്. ഇത് ഒറ്റയടിക്ക് നോക്കിയാൽ കാണുന്നില്ല. ബഹ്റൈൻ എന്നിപ്പോൾ മാപ്പിൽ പെട്ടെന്ന് കാണൂല. ബഹ്റൈൻ നല്ല എത്ര പ്രവാസികളുണ്ട് ബഹ്റൈനിൽ, നമുക്ക് സൂം ചെയ്താലേ കാണുള്ളൂ ബഹ്റൈനൊക്കെ. ടൈനി ഐലൻഡ്, പക്ഷെ ബഹ്റൈൻ്റെ വലുപ്പം എത്ര അവിടെ എത്തിയാലല്ലേ മനസ്സിലാവുള്ളൂ. ഈ ഭൂമി എത്ര വിശാലമാണ്! ഇതുപോലെയുള്ള 13 ലക്ഷം, 13 ഭൂമിയല്ല, 13,000-ഉമല്ല, 13 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സാധനമാണ് സൂര്യൻ. നാസയുടെ വെബ്സൈറ്റിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇത്ര വലുപ്പമുണ്ട് സൂര്യന്. യാ അല്ലാഹ്, എന്തായിരിക്കും എൻ്റെ വലുപ്പം? എത്ര ദൂരെയാണ് അള്ളാഹു കൊണ്ടുപോയി വെച്ചത് ഈ പ്രപഞ്ചം. ആസ്ട്രോളജി പഠിക്കരുത്, അത് അന്ധവിശ്വാസമാണ്. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ പിന്നെ അന്ധവിശ്വാസ. നക്ഷത്ര വാരഫലം എന്നൊക്കെ പറയില്ലേ, നക്ഷത്രഫലത്തെ സംബന്ധിച്ച് നമുക്ക് അത് ഷിർക്കും കുഫറിലേക്കും വരെ നമ്മൾ എത്തിച്ചു കളയും. ഒരിക്കലും പഠിക്കാൻ പാടുള്ളതാണ് ആസ്ട്രോളജി. പക്ഷെ ആസ്ട്രോണമി അത് പഠിക്കണം. അത് ആകാശ ലോകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ആസ്ട്രോണമി. മനുഷ്യനെന്ന് കണ്ടെത്തിയ വലിയ വേഗതയുള്ളൊരു വാഹനമുണ്ട്, വോയേജർ 1. സൂര്യനിൽ നിന്നത് അകന്നുകൊണ്ടിരിക്കുന്ന സ്പീഡ് കണക്കാക്കുന്നത് 17.3 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 17 കിലോമീറ്റർ, സെക്കൻഡിൽ 17. സൂര്യപ്രകാശത്തിന്റെ വേഗത സെക്കൻഡിൽ 3 ലക്ഷമാണ്, സെക്കൻഡിൽ 17. ആ വാഹനം വോയേജർ 1 എടുത്തിട്ട് സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തുള്ള നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി എന്ന് പറയുന്നത്. പ്രോക്സിമ സെഞ്ചുറി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് 2 നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. ഒന്ന് ആൽഫ സെഞ്ചുറി എ, മറ്റൊന്ന് ആൽഫ സെഞ്ചുറി ബി. ഈ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് തന്നെ ആ ഒരു വാഹനത്തിൽ പോവുകയാണെങ്കിൽ 70,000 കൊല്ലെടുക്കും. 70,000 കൊല്ലം മനുഷ്യന് പോകാൻ പറ്റുമോ? ആകെ 10, 60, 70 അടിച്ചു പോവുകയാണ്. അപ്പോഴേക്കും മിസ് കോൾ വരും. 60 ആകുമ്പോഴേക്കും എത്ര മിസ് കോൾ വരുന്നുണ്ട്? അപ്പോൾ സ്റ്റണ്ട് ഇട്ട് വരികയാണ്, 5 ചെയ്തിട്ടുണ്ട്, പിന്നെ അള്ള വിളിച്ചു കൊണ്ടുപോകുക തന്നെയാണ്. ഇപ്പം 60,000 കൊല്ലമൊക്കെ എങ്ങനെ നിൽക്കുക? ആർക്ക് ജീവിക്കാൻ കഴിയും അങ്ങനെയൊക്കെ? ഇത് മനുഷ്യന്റെ കഴിവ് ഇത്ര പരിമിതമാണ്. നമ്മൾ ഇസ്രാഇനെ പറ്റി പറയുമ്പോൾ, മിഅ്റാജിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ലഭ്യമായ നമ്മുടെ സാധ്യതകളെ നമ്മൾ ചേർത്ത് വായിക്കുകയാണ്. സൂര്യപ്രകാശത്തിന്റെ വേഗതയിൽ പ്രോക്സിമ സെഞ്ചുറിക്ക് പോവുകയാണെങ്കിൽ 4 കൊല്ലം എടുക്കും. 4 കൊല്ലം. എങ്ങനെ? സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററിലൂടെയാണെങ്കിൽ, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെങ്കിൽ അങ്ങനെ പോകാൻ കഴിയില്ല എന്നാ. അത് ഐൻസ്റ്റൈൻ തന്നെ മുമ്പേ എഴുതി വെച്ച് പോയി. ഒരിക്കലും കഴിയില്ല, ഒരു വസ്തുവിനും ആ സ്പീഡിൽ പോകാൻ കഴിയില്ല എന്ന്. പ്രകാശം അതിൻ്റെ ബോഡി വളരെ, അതിന് കാര്യമായൊരു ബോഡി എന്ന് പറയാനില്ലല്ലോ പ്രകാശത്തിൻ്റെ ബോഡി അല്ലാതെ ഒരു മാസ് എന്ന് പറയാനില്ലല്ലോ, തൊട്ടുവയ്ക്കാനൊന്നും കിട്ടൂലല്ലോ. അതുകൊണ്ട് പ്രകാശത്തിന് പോകാം, അല്ലെങ്കിൽ ഒരു വസ്തുവിനും പോകാൻ കഴിയില്ല. ഫിസിക്സിൽ കുട്ടികൾ പഠിക്കുന്ന പിന്നെ വെലോസിറ്റിയെ കുറിച്ചുള്ള തിയറി മനസ്സിലാക്കിയേ പറ്റൂ. E = mc², എനർജി = മാസ് ഇൻറ്റു വെലോസിറ്റി. ഇത് പഠിക്കുമ്പോഴേ ഇസ്രാ മിഅ്റാജിൻ്റെ യാത്രയുടെ ചെറിയ ഒരു അനാലജി നമുക്ക് ലഭിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തൊരു വേഗതയിലാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റൂല അത്. അപ്പം 25-ാം നൂറ്റാണ്ട് വന്നിട്ടും കാര്യമില്ല, 1-ാം ആകാശം വരെ പോലും എത്താൻ കഴിയില്ല. 1-ാം ആകാശം എവിടെയാണെന്ന് പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 1-ാം സമാഉദ് ദുനിയ. വലഖദ് സയ്യന്ന സമാഅദ് ദുനിയ ബിമസാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാതീൻ വഅഅതനാ ലഹും അദാബസ് സഈർ. 1-ാം ആകാശത്തെയാണ് നാം നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത്. 1-ാം ആകാശം നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ നക്ഷത്രങ്ങളും കോടാനുകോടി നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന
താരങ്ങളുടെ നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. മോർ ദാൻ എ ബില്യൺ, 1 ബില്യൺ കണക്കിന് നക്ഷത്രം, 1 ബില്യൺ വേണം. അതാകുമ്പോഴാണ് മിനിമം അപ്പോഴേ ഒരു ഗാലക്സി ഉണ്ടാകുന്നത്. അങ്ങനത്തെ മോർ ദാൻ എ ബില്യൺ ഗാലക്സി അള്ളാഹുവിന്റെ ലോകത്തുണ്ട്. ഇതൊക്കെ കിടക്കണം 1-ാം ആകാശത്തിന്റെ താഴെ. ഒരു പന്തിന്റെ ബ്ലാഡർ പോലെ സങ്കല്പിക്കുക. എല്ലാ ഭാഗത്തുനിന്നും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ബ്ലാഡർ, ഒരു കവറിങ്, അതാണ് 1-ാം ആകാശം. ആ കവറിങ് എവിടെയാണെന്ന് ഇതുവരെ സയൻസിന് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷെ കണ്ടെത്തിയേ പറ്റൂ. കാരണം നക്ഷത്രങ്ങൾ അകന്നുകൊണ്ടിരിക്കാൻ. ഈ അകന്നകന്ന് അവസാന സ്ഥലത്ത് പോയി മുട്ടൂലേ? ഇതൊരിക്കലും ഇൻഫിനിറ്റ് ആവാൻ പറ്റൂലല്ലോ. ഇത് ക്രിയേഷനാണ്, ഇത് ദൃഷ്ടിപ്രപഞ്ചമാണ്, നമുക്ക് കാണാൻ കഴിയുന്ന ലോകമാണ്. ഈ പ്രപഞ്ചത്തിനൊരറ്റം വേണം. മുമ്പൊന്നും കടലിനറ്റല്ല എന്ന് പറയും, അറിയാത്തതുകൊണ്ട് പറഞ്ഞതാണ്. കടലിനറ്റുണ്ടല്ലോ, അക്കരയിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളും ഒരു ഭാഗത്ത് ആഫ്രിക്ക കിടക്കുന്നത്, ഇപ്പുറത്ത് പോയാൽ ജപ്പാൻ ഐലൻഡുകൾ കിടക്കുന്നത്, ഇതൊക്കെ കടലിൻ്റെ അറ്റങ്ങളാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് USA എത്തും, കാനഡ എത്തും, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എത്തും. ആയിക്കോട്ടെ, കടലിന് കരയുണ്ട്, പെട്ടെന്ന് നോക്കിയാൽ കാണൂല. ശരി തന്നെ, ഇന്ന് യാത്ര ചെയ്താൽ എത്തും. ഇപ്പോൾ ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഭൂമി ഉരുണ്ടതാന്നൊക്കെ ഖുർആനൊക്കെ അത് സൂചിപ്പിക്കുമ്പോഴേ എന്തൊരു അത്ഭുതമാണല്ലേ. 21-ാം നൂറ്റാണ്ടുകാരനും അത് മനസ്സിലാവും, 6-ാം നൂറ്റാണ്ടുകാരനും അത് മനസ്സിലാവും. അതാണ് അത്ഭുതം. അവർക്ക് അത് ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത ലോകമാണത്. പക്ഷെ ഖുർആൻ അത് പറഞ്ഞു. ഈ തക്വീർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓവർലാപ്പിംഗ് ആണ്. അത് നടക്കണമെങ്കിൽ ഭൂമി ഉരുണ്ടതാവാനേ പറ്റുള്ളൂ. റബ്ബുൽ മശാരിഖ് വൽ മഗാരിബ്, ഒരുപാട് മശ്രിഖും മഗ്രിബ് എന്ന് പറഞ്ഞ ഉരുണ്ട ഒരു സാധനത്തിന് അങ്ങനെ ഒരുപാട് ഒരേ സമയം ഒരുപാട് ഉദയാസ്തമന പോയിന്റുകൾ ഉണ്ടാവാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഖുർആൻ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതാ. 6-ാം നൂറ്റാണ്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷ 21-ാം നൂറ്റാണ്ടുകാരനും തിരിയുന്നത് അതേ ഭാഷ തന്നെ. അതാണ് ഖുർആന്റെ മുഅ്ജിസത്ത്. വാക്കുകൾ തിരുത്തൂല, അതങ്ങനെ തന്നെയാണ്. സുബ്ഹാനല്ലദീ, അല്ലാഹുവിന്റെ റസൂലിന്റെ യാത്രയെ അല്ലാഹു പറയുന്നത് സുബ്ഹാന, പരിശുദ്ധനാണ് റബ്ബേ, നീ പരിശുദ്ധനാണ്. ഇസ്രാ മിഅ്റാജിൽ ഒരു ദിക്ർ പഠിക്കാനുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്റാണത്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ 7-ാം ആകാശത്ത് വെച്ച് കണ്ടു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് ഇബ്രാഹിം നബി കൊടുത്തൊരു ദിക്റുണ്ട്. ആ ദിക്ർ ഒരിക്കൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒരു ഈത്തപ്പനെ സ്വർഗത്തിൽ അല്ലാഹു നട്ടുതരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ചൊല്ലിക്കോളൂ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പെരുന്നാൾ നിസ്കാരത്തിൽ 2 തക്ബീറിന്റെ ഇടയിൽ അതല്ലേ ചെല്ലല്ലേ? മറന്നോയാ? പെരുന്നാളിന് ഓരോ തക്ബീറിന്റെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നിട്ട് അല്ലാഹു അക്ബർ ചൊല്ലും അല്ലേ? മറന്നുകൊണ്ട. നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലുന്ന 33 ദിക്റില്ലേ? സുബ്ഹാനല്ലാഹ് 33, അത് 3 കൂടെ ഒരുമിച്ച് അങ്ങ് ചൊല്ലിയാൽ മതി. അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടപ്പോൾ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട് നബിയെ, അഖ്രി ഉമ്മത്തി മിന്നിസ്സലാം, അങ്ങയുടെ ഉമ്മത്തുകളോട് എൻ്റെ ഒരു സലാം പറഞ്ഞേക്കണേ. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മളോട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ പറയാം. അപ്പം നമ്മൾ ഇബ്രാഹിം നബിക്ക് മറുപടി പറയാണ്, വഅലൈക്കസ്സലാമു യാ സയ്യിദനാ ഇബ്രാഹിം വഅലാ നബിയ്യിനാ സ്വലാത്തു വസ്സലാം വഅലാ സായിരിൽ അംബിയാഇ അജ്മഈൻ. എന്നിട്ട് പറഞ്ഞു കൊടുത്തതാ, നബിയെ ജനങ്ങളോട് പറയണേ, അൽ ജന്നത്തു ത്വയ്യിബത്തുൻ അർളുഹാ അദ്ബത്തുൻ മാഉഹാ, സ്വർഗം ഭയങ്കര രസമാണ് നബിയെ. പറഞ്ഞു കൊടുക്കി നിങ്ങളുടെ അനുയായികൾക്ക് വരാൻ പൂതിയാവണം. ഗൾഫ് അങ്ങനെയാന്ന് പറയാൻ പോകാൻ തോന്നുന്നു. സ്വർഗം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പോകാൻ കൊതി വരണ്ടേ? ത്വയ്യിബത്തുൻ അർളുഹാ, അതിൻ്റെ ഭൂമി വളരെ മനോഹരമാണ്, സുഗന്ധമാണ്, കസ്തൂരിയാണ്, വെറും മണ്ണല്ല. അദ്ബത്തുൻ മാഉഹാ, സ്വർഗത്തിലെ വെള്ളം എന്തോ ഒരു രുചിയുള്ളതാണ്, ഭൂമിയിലെ വെള്ളമല്ല അത്. വൽ ജന്നത്തു ഖിആൻ, സ്വർഗം എന്നത് കൃഷിയിടമാണെന്ന് പറയണേ നബിയേ. വഗിറാസുഹാ, ആ ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള വിത്ത് ഞാൻ അങ്ങയുടെ ഉമ്മത്തികൾക്ക് തരാം, അവരോട് വിത്ത് പാകാൻ പറയണം. ആ സ്വർഗത്തിൽ
വിത്ത് പാകണം. ആ വിത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ പറ്റുന്നത്ര ചൊല്ലിക്കോളെ. ഈ പരിപാടി കഴിയുമ്പോഴേക്കും ഒരു 500 ഈത്തപ്പനെങ്കിലും അവിടെ നമുക്ക് എന്ത് ചെയ്യണം, കിട്ടണം. ഇൻഷാ അല്ലാഹ് എപ്പോഴും ചൊല്ലുക, വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. പുണ്യനബി തങ്ങളോട് നമ്മുടെ ഹബീബിന്റെ വല്ലിപ്പയായ ശൈഖുൽ അംബിയാ മഹാനായ അബുൽ അംബിയാ ആദം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത ദിക്റാണത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഹബീബ് കാണുന്നു ബൈത്തുൽ മഅമൂറിലേക്ക് ചാരി നിൽക്കുന്നതായി. കഅബയുടെ നേരെ മുകളിൽ 7 ആകാശങ്ങൾക്കപ്പുറത്തുള്ള അള്ളാഹുവിന്റെ കഅബയാണ്. കഅബയുടെ നേരെ മുകളിലുള്ള സ്ഥാനമാണ് ബൈത്തുൽ മഅമൂർ.